നമസ്കാരം സർ. അപ്പോൾ ഇതിപ്പോൾ മോഡി മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇലക്ഷൻ്റെ തുടക്കത്തിൽ ഈ പ്രതിപക്ഷത്തിന് വളരെയധികം കംപ്ലയിൻസ് മോഡിയെ പറ്റി പറയാനുണ്ടായിരുന്നു. ഒന്നാമത്തെ മതവിദ്വേഷം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഓയിലിൻ്റെയൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില കുറഞ്ഞിട്ട് അതുകൊണ്ട് നാടിനൊരു ഗുണമുണ്ടായില്ല എന്ന് അങ്ങനെയൊരു പ്രശ്നം പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു കോർപ്പറേറ്റ് കൾച്ചറാണെന്ന് പറഞ്ഞു. പിന്നെ മജോറിറ്റി അപ്പീസ്മെൻറ്റിൻ്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ അതേപോലെ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ഫീൽഡിലും സെഫ്രണൈസേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ലീഡേഴ്സിനെ പിടിച്ച് ജയിലിലിടുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതേപോലത്തെ ഒരുപാട് കംപ്ലയിൻസ് ഈ പ്രതിപക്ഷം റേസ് ചെയ്തായിരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ കംപ്ലയിൻസിനെയൊക്കെ അതിജീവിച്ച് എല്ലാ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സിനെ അതിജീവിച്ച് മോഡിക്ക് ഇത്ര ഉജ്ജ്വലമായ ഒരു മൂന്നാം വിജയം, ഒരു ഹാട്രിക് വിജയം നേടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അത് അവിശ്വസനീയമായൊരു വിജയമാണല്ലോ. സാധാരണമാണ് അത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം മൂന്നാമത് പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ നെഹ്റു മാത്രമാണ്. അതിൻ്റെ മുകളിലേക്ക് വരികയാണ് ഒരാൾ, അതും BJP നിന്ന്. മാത്രമല്ല 40% കൂടുതൽ വോട്ട് കിട്ടാൻ പോവുകയാണ് ദേശീയ തലത്തിൽ. ഇത് തരംഗമുണ്ട് എന്നുള്ളത് എല്ലാ പോളുകളിൽ നിന്നും വ്യക്തമാണ്. ഈ ഇന്നലെ ചില ചാനലുകൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, ഈ 400 സീറ്റ് ആരും പ്രവചിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയല്ല, രണ്ട് പോൾസ്റ്റേഴ്സ് 400 സീറ്റ് പറഞ്ഞിട്ടുണ്ട്. ചാണക്യയും ഇന്ത്യ TVയും ഒക്കെ. പക്ഷേ ആ പറയുന്നവർക്ക് തലയ്ക്ക് വട്ടാണെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത്. അത് മറ്റേ കോൺഗ്രസും പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇന്നലെ മീറ്റിംഗ് ചേർന്നിട്ട് 295 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞിരിക്കുന്നത്. അല്ല, അപ്പൊ കുറച്ച് ദിവസത്തേക്കും കൂടിയല്ലേ പറയാൻ പറ്റുള്ളൂ, അവർ പറഞ്ഞോട്ടെ. അതെ, ഒരു 2 ദിവസത്തേക്കും കൂടി രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിരിക്കുന്നു വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഏക് ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇരുന്നോട്ടെ. ഈ മോദി ഇത് ആക്റ്റീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം, അത് മൂന്നാമത്തെ ടേമിലേക്കൊക്കെ വരുമ്പോൾ അതിരൂക്ഷമായിരിക്കും. പക്ഷേ ഇത്തവണ ഇന്ത്യയിൽ ഈ എക്സിറ്റ് പോളിൽ പ്രോ ഇൻകംബൻസി എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു തുടങ്ങി. കാരണം ഭരണ അനുകൂല വികാരം. ആ ഭരണ അനുകൂല വികാരം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണെന്ന് വരുന്നത്, ഒന്ന് ജനവിരുദ്ധമായ നടപടികൾ, നയങ്ങൾ നടപ്പാക്കുക. 2, ഈ അഴിമതികൾ ധാരാളമായി ജനമനസ്സുകളിൽ വേര് പിടിക്കുക. 2 തവണ ഭരിച്ചിട്ടും ഇത് മോദിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. കറപ്ഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ മറ്റേ പ്രതിപക്ഷം എപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് അംബാനി അദാനി എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട്. അതെ, അവിടുന്ന് എങ്ങനെ എത്ര പൈസ കിട്ടിയെന്ന് ഇത്തവണ രാഹുൽ ഗാന്ധിയോട് മോദി അങ്ങോട്ട് ചോദിച്ചു. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു കേസ്, സോറോസിന്റെ ഒരാള്, ത്രിലോചൻ ശാസ്ത്രി, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ അസോസിയേഷനാണ് ഈ കേസൊക്കെ കൊടുക്കുന്നത്. ത്രിലോചൻ ശാസ്ത്രി ബ്രെട്ടൺ വുഡ് കമ്മിറ്റിയിൽ ജോർജ് സോറോസിന്റെ കൂടെ ഇരിക്കുന്ന ആളാണ്. രണ്ടുപേരും ഒരേ കമ്മിറ്റിയിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പേരൊക്കെ എവിടെയാണെന്നൊക്കെ എല്ലാവർക്കും നിശ്ചയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് ഇതൊക്കെ. ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ ഈ കേസിൽപ്പെട്ട ആളുകളൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ TMCക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് സാന്റിയാഗോ മാർട്ടിൻ, ലോട്ടറി തട്ടിപ്പുകാരൻ. അങ്ങേര് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് TMCക്കും DMKക്കും അല്ലേ. ആ DMKയിലെ CPMന്റെ ചെലവൊക്കെ തമിഴ്നാട്ടിൽ നോക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടിയാലും കിട്ടിയതാണല്ലോ, പരോക്ഷമായിട്ടും. ഇത് ശരിക്കും നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ ക്ലീനായിട്ട് നിൽക്കുന്നത് ആ ഇലക്ട്രൽ ബോണ്ട് കേസ് വന്നപ്പോഴും BJP ആയിരുന്നു. അതിഭീകരമായ ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പല വകുപ്പുകളിലും മോദി അവിടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാനൊക്കെ ആളുകൾ വെച്ചിട്ടുള്ള പല സംഭവങ്ങളും എനിക്കറിയാം.
ഇവിടെ അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വേറൊരു മന്ത്രിയെ പറ്റി BJP-യിൽ തന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ പല ആളുകളെയും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പല ആളുകളെയും പല സ്ഥാനത്തു നിന്നുമൊക്കെ ഒഴിവാക്കുകയോ ചെറിയ വകുപ്പുകളിലേക്കും ഒക്കെ മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സദാനന്ദ ഗൗഡയൊക്കെ ഉദാഹരണമല്ലേ, നിതിൻ ഗഡ്കരി, ഇങ്ങനെ എത്ര പേരെ ഇല്ലാതെ പോയിട്ടുണ്ട്. രാജ് പ്രതാപ് സിംഗ്, റൂഡി, ഇങ്ങനെ പല ആളുകളും. അപ്പൊ അത് പറഞ്ഞപ്പോ ഇങ്ങനെ ഈ ഒഴിവാക്കണ കേസ് പറഞ്ഞപ്പോ ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമി പിക്ചറിലൊന്നും ഇല്ലേ? അതില്ലല്ലോ. കാരണം ഒരു എക്സെൻട്രിസിറ്റീസ് ധാരാളമുള്ള ഒരാളാണ് മോദി. അങ്ങനത്തെ ഒരാളല്ലല്ലോ. എല്ലാവരും ഈ എന്താ പറയുക, വായാടിത്തം എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം ഒട്ട് പറയാറുമില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലും ഒരാളും പറയാറില്ല. അത് വളരെ ഗൗരവമായിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗങ്ങളാണ്. എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഇപ്പോഴും ഭയഭക്തി ബഹുമാനങ്ങൾ സാധാരണഗതിയിൽ ഒരുപാട് കാലം ഉണ്ടായാൽ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നഷ്ടപ്പെടും. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഒന്നാമത് സന്യാസിയാകാനായിട്ട് പോയ ഒരാളാണ്. ആ ചായക്കടയിൽ നിന്ന് ഞാൻ ഹിമാലയത്തിലേക്കാണ് പോയത്. പ്രാരബ്ധ കർമ്മം ബാക്കിയുണ്ട് എന്ന് ഗുരു പറഞ്ഞതുകൊണ്ട് സന്യാസിയാകാൻ സമയമില്ല. അദ്ദേഹം കള്ളം പറഞ്ഞിട്ടൊന്നും ഈ ധ്യാനത്തിന് പോകുന്ന ആളല്ല. ഈ പാറേപ്പള്ളിയിലെ ധ്യാനത്തിന് ദൃശ്യം സിനിമയിൽ പോയ പോലത്തെ കേസൊന്നുമല്ല ഈ മോദിയുടേത്. ഇത് അദ്ദേഹം തെളിയിച്ചതാണ്. അദ്ദേഹം ഈ 2 തവണ ഇതൊരു ട്രയൽ മാത്രമാണ്, ഇനിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞതാണ്. ആ ട്രയൽ കാലത്ത് തന്നെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജനക്ഷേമകരമായ എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി. അത് ഈ ശുചിമുറികളിലൊക്കെയാണ് തുടങ്ങിയത്. ചെറിയ കാര്യം. ഈ കണക്കുകൾ പറയുകയാണെങ്കിൽ അമിത്ഷായൊക്കെ അല്ലെങ്കിൽ ഇവരുമൊക്കെ എത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുക, അത് നമുക്ക് ഈ ഒരു ചർച്ചക്കിടയിൽ തന്നെ പറയാൻ പറ്റില്ല. എത്ര കോടി രൂപയുടെ പദ്ധതികളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അക്കൗണ്ടബിലിറ്റി, അതായത് ഭരിക്കുന്ന ഒരാൾ ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കാനായിട്ട് ബാധ്യതപ്പെട്ടവനാണ്. ആ വിശ്വാസം മോദിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളീ പറയുന്ന പോലത്തെ അഴിമതികളോ അങ്ങനത്തെ പല കാര്യങ്ങളും അദ്ദേഹം മൈൻഡ് ചെയ്യാതിരിക്കുന്നതും അദ്ദേഹത്തിനെ പറ്റി പറയുന്നതൊക്കെ വെറുതെ ഇത്ര കോട്ടിടുന്നു എന്നൊക്കെയുള്ള കാര്യമാണ്. പിന്നെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഗൗരവമുള്ള കാര്യങ്ങൾ ഒന്നും പറയാതെ വന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇഫക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്ന കാര്യം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന വെറുതെ പറയല്ല. ഇത്തരം കോടിയുടെ ഇത് ഈ 3 തവണ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഭരണപരിചയമുണ്ടല്ലോ. വാജ്പേയി ഒക്കെ വരുമ്പോൾ ഭരണപരിചയമൊന്നുമില്ലല്ലോ. ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. മോദിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം പല സ്ഥലത്തും പോയി ഒരുപാട് യാത്ര ചെയ്യുന്നു, പല സ്ഥലത്തും പോയി പലതും കാണുന്നു. ബുള്ളറ്റ് ട്രെയിനോ അങ്ങനത്തെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നു. പിന്നെ വിദേശ നയം, നമ്മളെല്ലാവരുമായിട്ടും അടുപ്പാണല്ലോ. ഇസ്രയേലുമായിട്ട് അടുപ്പാണ്, യുക്രൈനായിട്ട് അടുപ്പാണ്, യുക്രൈനെ ആക്രമിച്ച പുട്ടിനുമായിട്ട് അടുപ്പാണ്, മറ്റേ ഇറാനുമായിട്ട് അടുപ്പാണ്, താലിബാനായിട്ട് അടുപ്പാണ്, അഫ്ഗാനിസ്ഥാന് വേണ്ടിയാണല്ലോ ചാബഹാർ പോർട്ട് പോലും നമ്മളെ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. അവർക്ക് സാധനമൊക്കെ എളുപ്പത്തിൽ, ചുറ്റും കടലില്ലാത്തതുകൊണ്ട് സാധനം കൊണ്ടുവരാൻ വേണ്ടി ഒക്കെ വേണ്ടിയിട്ടാണ്. അയൽ രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ഗാൽവാനിൽ പ്രശ്നം ഉണ്ടായെങ്കിലും ഇപ്പോൾ ചൈനയുമായിട്ടൊക്കെ അമേരിക്കയേക്കാൾ 2 കൊല്ലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന വിദേശ രാജ്യം ചൈനയാണ്. ഇപ്പോൾ കണക്ക് നമ്മൾ സ്വർണം ധാരാളം മേടിക്കുന്നു, മറ്റേ 100 ടൺ തിരിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിക്കാൻ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യുക്രൈൻ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ റഷ്യ പലയിടത്തും ഏൽപ്പിക്കാൻ സൂക്ഷിക്കാൻ കൊടുത്തതൊക്കെ ഉപരോധം കാരണം ഇനി കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സാധ്യത എപ്പോഴും, ആ ഭീഷണി ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. കൊണ്ടുവന്നൊക്കെ രഹസ്യമായിട്ടായിരുന്നു, മാർച്ചിൽ കൊണ്ടുവന്നാണല്ലോ, ഇപ്പോഴല്ലേ അറിഞ്ഞത്. അങ്ങനെ വിദേശ നയത്തിൽ ഈ ആ യുക്രൈൻ യുദ്ധം കൊണ്ട് ഏറ്റവും ഉണ്ടായ സ്ഥലമാണ് നമ്മൾ. എണ്ണയുടെ കാര്യത്തിലുമൊക്കെ. അതുകൊണ്ട് എത്ര കാര്യങ്ങളാണ് ചെയ്യാൻ. എണ്ണ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത് റിഫൈനറി നമ്മുടെ ഉപയോഗിച്ചിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഏത് ഉപരോധം ഏർപ്പെടുത്തിയവർക്ക് തന്നെ
കയറ്റി അയക്കുന്നുണ്ട്. പിന്നെ മോഡി പല കാര്യങ്ങളും ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഭയത്തോടു കൂടി നമ്മൾ ചിലപ്പോൾ ആലോചിച്ച കാര്യങ്ങളുണ്ട്. അതൊക്കെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും രാം മന്ദിർ ബിൽഡ് ചെയ്തതൊക്കെ അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും സാധിക്കുമെന്ന് നമ്മൾ സംശയിച്ചു നിന്നിരുന്നതാണ്. അതൊക്കെ 500 കൊല്ലത്തെ ആഗ്രഹമായിരുന്നു ഹിന്ദുക്കളുള്ളത്, ഇനിയും കിടക്കുന്നുണ്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ബാലക്കോട്ട് തിരിച്ചടി കൊടുക്കുക അതോടുകൂടി പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമണത്തിലുള്ള താല്പര്യം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. POKയില് ചിലപ്പോൾ 24 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നും വരും. സെപ്റ്റംബർ 30 മുമ്പ് മറ്റേ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുണ്ടല്ലോ. അതൊക്കെ അങ്ങനെ. പിന്നെ ഈ ജാതി എന്ന് പറയുന്നത്, ഈ ജാതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പല ജാതികളുടെ SC/ST ഒക്കെ വോട്ട് മേടിക്കുക, അതിനുവേണ്ടി ജാതി ഊതിപ്പെരുപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് ഒക്കെ ചെയ്തിരുന്നത്. കോൺഗ്രസും CPM-ഉം മറ്റു മതസംഘടനകളും എല്ലാവരും ചെയ്തിരുന്നത് അങ്ങനെയാണ് SP, RJD, BSP ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാലു പ്രസാദ് ജാതി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? കുടുംബാംഗങ്ങൾ എത്ര പേരാന്ന് നോക്കൂ. തേജസ്വി, തേജ് പ്രതാപ്, മിസ ഭാരതി, രോഹിണി ആചാര്യ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ മത്സരിക്കാനും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ളത്. ഇദ്ദേഹം അങ്ങനെയല്ലല്ലോ. ആ OBC സംവരണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ബീഹാർ ഇപ്പോൾ ഈ RJD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു കുടുംബസ്വത്ത് പോലെയാണല്ലോ അത് പോണത്. അല്ലാതെ വേറെ ആർക്കും ഒരു സൈ അതിലില്ല. അതെ. അതുകൊണ്ട് യാദവ്മാർക്കോ ഇപ്പോൾ അദ്ദേഹം ഒരു MY കോമ്പിനേഷനായിട്ടാണ് പോയത്. ഈ MYയിലെ യാദവ്മാർക്കോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മുസ്ലിമാണല്ലോ, മുസ്ലിങ്ങൾക്കോ യാദവ്മാർക്കോ ഉപകാരം ചെയ്യാന്നുള്ളത് കഴിഞ്ഞിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പാർട്ടി ഒതുക്കി നിർത്തിയിരിക്കണം. അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ കാസ്റ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ശരി. അതുപോലെ ഈ അദ്ദേഹം ജാതിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ OBCയുടേത് മതപ്രീണനം കാരണം തട്ടിയെടുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് ചിലപ്പോൾ കേന്ദ്രം ഒരു നിയമം തന്നെ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബാങ്ക് തട്ടിപ്പുകൾ, സ്വത്തുക്കൾ കണ്ടുകിട്ടിയിട്ട് ഞങ്ങൾ അഫക്റ്റഡ് ആയ ആളുകൾക്ക് കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ പോലും കൊടുക്കുന്നു പറഞ്ഞിട്ട് ചെയ്തു കാണിക്കുകയാണല്ലോ. വെറുതെ പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞ വാക്കാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. അത് തെളിയിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വെറുതെ ഭരണഘടന എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ മറ്റവർ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ കാര്യത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്താണ് ചെയ്തത്. സോഷ്യലിസം എന്നൊക്കെ അതിൻ്റെ അകത്ത് കയറ്റിയത്. സെക്യുലറിസം മറ്റേ ഭരണഘടനയിൽ ചില ഭാഗങ്ങളിലുണ്ട്. സോഷ്യലിസവും കൂടി കയറ്റി ആ പ്രിയാമ്പിൾ ആ ഭാഗത്ത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൃത്യമായിട്ട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് ഗോത്രവർഗത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു. 3 ദലിത് ജഡ്ജിമാർ സുപ്രീം കോടതിയിലുണ്ട്. എന്തായാലും കേന്ദ്ര നിയമ മന്ത്രാലയം അനുവാദം കൊടുത്താലല്ലേ എടുക്കാൻ പറ്റുള്ളൂ, ശുപാർശ കൊടുക്കാനല്ലേ സുപ്രീം കോടതിക്ക് പറ്റുള്ളൂ. അങ്ങനെ ആളുകളുണ്ട്. തെക്ക് സ്ഥാപിച്ചു. തെക്ക് പലതും ചെങ്കോൽ പാർലമെന്റിലേക്ക് ഇവിടെ കൊണ്ടുപോകുന്നത് പട്ടികജാതിക്കാരുടെ അധീനം ആശ്രമങ്ങളിൽ നിന്നാണ്. അപ്പോഴാണ് പട്ടികജാതിക്കാർക്കും ഹിന്ദു ആശ്രമങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള ആളുകൾ അറിയുന്നത്. 10-24 ആശ്രമങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ സൗത്തിലേക്കും കൂടി അതാണ് അവസാനം അദ്ദേഹം കന്യാകുമാരിയിൽ വന്ന് ധ്യാനത്തിലിരുന്നത്. ഞാൻ തെക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഭാരതം ഒരു വൻ ശക്തി 2 കൊല്ലത്തിന് ഉള്ളിൽ ആയിരിക്കും എന്നുള്ളതിപ്പോൾ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജർമ്മനിയുടെ, ബ്രിട്ടൻ്റെ, ജപ്പാൻ്റെ ഒക്കെ മുകളിൽ 3-ാം സ്ഥാനത്ത് ഈ മോദിയുടെ 3-ാം ഊഴത്തിൽ വന്നിരിക്കും. ഇന്ത്യ ഒരു വൻ ശക്തിയായിരിക്കും. പല രാജ്യങ്ങളും ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുകുത്തും. അതാണ് വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.